ഗൈസ്, നീ സൗണ്ട് ഉണ്ടാക്കിയത് പെട്ടു ഗൈസ്. നല്ല ഹൈക്കാണ്, ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. എന്താ അവസ്ഥ? ഇവന്റെ വായിൽ കുറുക്കൻ കരടി പാമ്പ് അത് മാത്രം. ആരാ അവനല്ലേ? അവൻ രാവിലോട്ട് ഫുൾ നെഗറ്റീവാന്ന്. എന്ത് ചെയ്യാനാ? അയ്യോ വേർത്തു ഗൈസ്. ഇവിടെ എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പോവാം. അതെ, യെസ്, നമ്മളിപ്പോൾ കറണ്ട്ലി 330 മീറ്റേഴ്സാണ് നമ്മുടെ എലിവേഷൻ. യെസ്, 415 പീക്ക്. മീറ്റർ അത് ഹൈറ്റ് വെച്ചിട്ടാ വരുന്നത്. അയ്യോ, ഇതിലല്ലാണ്ട് വേറെ വഴിയുണ്ട് കയറി പോയാൻ? ഇല്ല അല്ലേ? ഓടെ. അയ്യോ, ഇതിലേ കയറി വരാം. സ്റ്റെപ്പ് ഉണ്ട്. Distance is less. I did not breathe this much in pulpit. Elevation type will be different. ഹൈറ്റ് വ്യത്യാസമുണ്ട്. അത് കേറുന്നതിന് രീതി വ്യത്യാസമുണ്ട്. എന്താ ഇവിടുന്ന് കയറുമ്പോ സൂക്ഷിക്കണേ. ഒരാൾ വെച്ച് കയറിയോ? ഡിസ്റ്റൻസ് കൂടുതലുള്ളതുകൊണ്ട് തോന്നാതായിരിക്കും ചിലപ്പോ. തലയടിച്ച് വീണ്ടും അഡ്വഞ്ചർ ആയിട്ട് കയറില്ല. Don't worry, climb this twice a week, you will be fine. നീ മറ്റേ ആ തെലുങ്ക് സിനിമയിലെ മറ്റവനല്ലേ ഓപ്പറേഷൻ ചെയ്യണം, മറ്റേ ഹാർട്ട് തെർമോക്കോള്. എന്താ? ഓ, പാട്ടൊക്കെ ഇട്ടണോ തന്നെ? വസ്തുർ ഇത് ആര് വെച്ചിട്ട് പോയതാണോ? പോട്ടെ നടക്കർ. സെവൻ 350. എന്നത് പറഞ്ഞ് പേടിപ്പിക്കണെന്തിനാ? എന്നാ നടക്ക്. ലാസ്റ്റ് കേട്ടാടാ. Yeah, things are looking beautiful, guys. Things are looking very beautiful. Almost there. Darkness മാറി കിട്ടി. Darkness is, yeah. Finally we can see the sun. Finally. Yeah. I'm telling you, music helps. Music helps. Yes.
Come on. Let's go, boys. Let's go. Almost, guys. Almost. Yeah. We're getting the view. We're getting the view. Yeah. ഇന്ന് കാലിൽ മസിൽ കയറും ഗൈസ്. എന്നെ വിളിക്കണ്ട, ഞാൻ വരില്ല. അല്ല നല്ല മസിൽ കയറും. വിളിക്കണ്ട, നിലവിളിച്ചോളൂ. ഞാൻ വരില്ല. അപ്പൊ എന്റെ കാലം ആര് തിരുമ്പും? അയ്യോ നൈസ്. അവിടെയാന്ന് തോന്നുന്നു. ഇത് എനിക്ക് വെളിച്ചം വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചൊരു വെള്ളത്താറായല്ലോ. മരുഭൂമിയിൽ കാണുമ്പോൾ സന്തോഷം. വരുന്നുണ്ട്. Haley, I know you miss your mom and I know you miss your dad. ആ ഹെയ്ലി എമിനമിൻ്റെ മോളാണ്. എടോ എൻ്റെ ഫോൺ ഇല്ല. കിളി പോയതാ മേളിൽ കയറി പോ. ഒന്നുമില്ല, ഞാനേ പെട്ടെന്ന് പോക്കറ്റിൽ തപ്പി ഇത് ക്യാമറയാന്ന് വിചാരിച്ച് വെയിലടിച്ചപ്പോ കിളി പോയതാ. എടുത്തു. ഇത് റെക്കോർഡിംഗ് ആണോ? I guess so. Yeah, it is. Too much. അതുണ്ട്. ഫോൺ ഇത് കാണാൻ പറ്റും മിക്കവാറും. ഉണ്ട്. ഫോൺ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. യെസ്. അവിടെ ഒരു ബെഞ്ച് ഉണ്ട്. ഇത് ഇറങ്ങുന്ന വഴിയേതാ? മാപ്പിലുണ്ട്. എത്തിയില്ല വാ. പോയിന്റ് എന്റെ മേള. അത് വേറെ വ്യൂ. താൽക്കാലിക ഒയാസിസ്. വാവ്. എന്റെ മോനെ. നൈസ്. Oh guys, check this out. Set. Beauty. അത് നല്ലല്ലേ ഫുള്ള്. ആ ഇതുണ്ട്, കമ്പുണ്ട്. യെസ്. വീണ്ടും ഗേറ്റ് ആണ് ഗൈസ്. നൈസ്. നല്ല പാട്ട്. ആണല്ലേ? ആ നമുക്ക് അങ്ങോട്ടാ പോണ്ടേ. ഈ വഴിയാണ്. ഈ വഴി പോകണ്ടല്ലേ? ആ ഇതിലേ പോണ്ടേ. ആണോ? ആ നമുക്ക് വ്യൂ ആവും അങ്ങോട്ട്. We'll be going through that way and we are going for the view to here. പാട്ട് നൈസാ. ഇതല്ലേ സെറ്റ് പാട്ടാ. പാട്ട് കുറച്ച് കഴിയുമ്പോൾ പമ്പ് കയറും. യെസ്, നല്ല പമ്പാ സാധനം. പ്ലീസ്. ഏതാടാ പാത്ത്? ഇത് ഇതാണോ? അതല്ലേ?
വേണേ പോയി നോക്കാം. 2 വ്യൂ ഉണ്ടെന്ന് പറഞ്ഞേ. 2 സൈഡിൽ നിന്ന് 2 വ്യൂ ഉണ്ട്. ഇവിടെ റൈറ്റ്. ഓ ഗൈസ് വാച്ച് ദിസ്. വാവ്. Whoa! Nelson over there. Is that Nelson or Castle? Okay, Nelson out. Wow. Okay. വീഡിയോ ബെസ്റ്റ് സ്ഥലം. ഇറങ്ങോ, തെന്നൂല. മറ്റേ സാധനമല്ലേ, ഗ്രാവലാണെങ്കിൽ തന്നെയാണ്. ഇത് മറ്റേ ഈ പൈൻ ട്രീയുടെ ഇത് വീണിട്ട് ഞാൻ എപ്പോഴും ഇതങ്ങനെ പാടുന്നത്. ഞാൻ എപ്പോഴും എങ്ങനെ പറയും സിംഗിടി. പാട്ട് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ മറ്റേ പാട്ടില്ലേ, ഐ ലവ് യു ഫോർ ഇൻഫിനിറ്റി. അപ്പൊ പുള്ളി വേറെ ലിറിക്സ് എന്താ പാടിക്കൊണ്ടിരിക്കണം. ഇൻഫിനിറ്റി ആണോ പാടിക്കൊണ്ടിരുന്നത്? ആ, cause I love you for infinity. അത് ശരി. ജീവനാസാനം കിങ്ങിണി എന്നാ പാടിക്കൊണ്ടിരുന്നത്. ഞാൻ പിന്നെ ഭേദമാണ്. ഇവിടെ ഇഷ്ടം പോലെ കുത്തി നടക്കാനുള്ള സാധനമുണ്ട്. The bottom of the ocean. നിക്കുന്നില്ല. ആ, നിക്കാൻ പറ്റണല്ലോ, അതുകൊണ്ട് എങ്ങനെ പോണേ. നിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്കും ആഗ്രഹമുണ്ട്. അതെ, ഇവരിങ്ങനെ നിന്ന് പറഞ്ഞത് സാറില്ല, താഴെ എത്തും പറഞ്ഞോളൂ. എൻ്റെ കൂടുതൽ പിടുത്തം വെക്കുന്നവരും കാല് നല്ല രസമായിരിക്കും. ഒറ്റ ഫ്ലോയിൽ അങ്ങ് ഇറങ്ങി പോയാണ്ടല്ലോ, അത് ഒറ്റ എടുക്കാൻ എത്തും. ആ, കാലും മേലെ എടുക്കരുത്. ഇതെല്ലാം നിന്ന് പോകുമ്പോഴത്തേക്കും മസിൽ അതെ. വേറെ ചെയ്യൂ. ഇപ്പൊ തന്നെ പിടുത്തം വന്നു തുടങ്ങി. നല്ല ബീറ്റ്. ഓ, സൈക്കിള് പോകാനുള്ള മറ്റേ ആ മറ്റേ ചാടിക്കാനുള്ള സാധനം ഉണ്ടല്ലോ. ഇതിന്റെ മേളിൽ ഇവന്മാരെങ്ങനെ സൈക്കിൾ കയറ്റും? അവനോട് വന്നിട്ടുണ്ടാവും മിക്കവാറും. കൊറേ ട്രെയിലിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. കണ്ടിട്ട് എനിക്ക് ഇത് കൂടെ സൈക്കിൾ ഓടിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ തലയും കുത്തി എവിടെയെങ്കിലും കിടക്കും, അത് വേറെ കാര്യം. അല്ല, മറ്റേത് ഇതിന് ശരിക്കും ഇലക്ട്രിക് കൊണ്ടുവരാണ്ടിരിക്കണം നല്ലത്. ഇലക്ട്രിക് ഒന്നാമത് വെയിറ്റ് കൂടുതലായിരിക്കും, പിന്നെ നിൽക്കൂല.
നിൽക്കൂല ഇൻ ദ സെൻസ് സൈക്കിൾ ട്രെയിൽ അത് ആ ഫൈബർ ഐ മീൻ ഫ്രെയിം ചിലപ്പം സീനാവും. അല്ല പിന്നെ അത്രയും എക്സ്പെൻസീവ് ആയിരിക്കണം. കൊതുക ഒന്നും നോക്കണ്ട, ഞാൻ കൊല്ലാനേ പോകാറില്ല. അത് തേനീച്ചയുടെ സ്വഭാവം. യെസ്. ഇവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവൾക്ക് നല്ല രസമായിരിക്കും. പൊടി നല്ല പൊടിയുണ്ട്. അത് പയ്യല്ലേ വരുന്നത്. ആ അല്ല പൊടി ഉണ്ടെന്ന് പറഞ്ഞ. പതിനൊന്ന് മണി. അപ്പൊ ഇത്രയും കേറിയത് വേസ്റ്റ് ആവൂലേ? പുട്ടിംഗ് ഉണ്ടല്ലോ മറ്റേ സാൽമോ റൂട്ടില്. സാൽമോ റൂട്ടല്ല, സാൽമോ റൂട്ടല്ല, പ്ലേമോർ റൂട്ട്. ഫ്ലക്കൻ റോഡ്. പുതിയതാ, പുതിയതാ നല്ലതാ. സെറ്റ് സാധനം. നിങ്ങൾ വന്നായിരുന്നോ? അത് കഴിക്കാൻ പോർഷനാണ്. ഞാൻ മീഡിയം മേടിച്ചിട്ട് തരുന്നില്ല, പക്ഷെ ഇങ്ങനെ നിർത്തിട്ടാ. ഞാൻ ഈ വട്ടം ലാർജ് എടുക്കും. അതെ, ഞങ്ങൾ മീഡിയം ആയി ഞങ്ങൾ രണ്ടേരും എന്നെ പോയാലോ? എനിക്ക് വേറെ പരിപാടി നിനക്ക് എത്ര മണിക്കാ? 10 മണിക്ക്. രാവിലെയോ? കിലോ 500 കാലറി ബേൺ ചെയ്തിട്ട് 1000 കാലറി കേറ്റല്ല. ഈ കേറിയത് വേസ്റ്റ് ആയല്ലോന്ന്. No, he's gonna have a medium full pudding now. No, so he just wasted this entire height. Because he burned 500 calories and he's gonna eat 1000 calories. പക്ഷെ വാച്ചിൽ ഇനിയും 500 മാത്രമേ കാണിക്കുന്നുള്ളൂ, കേരള മാത്രം കാണിക്കത്തില്ല. അതെ, ഡയറ്റ് ചീസ് കിട്ടുമെന്ന്. ഡയറ്റ് ചീസ്. ഡയറ്റ് കോക്ക് ഇറക്കണ. ഡയറി ഫ്രീ അല്ല, ഡയറ്റ് ചീസ്. ഫാറ്റ് കുറഞ്ഞ ലോ ഫാറ്റ് ചീസ്. കോക്കനട്ട് മിൽക്ക് വെച്ചിട്ടാ? വീഗനാ? കോക്കനട്ട് മിൽക്ക് വെച്ചിട്ട്? അപ്പൊ അതെങ്ങനെയാ പ്രോസസ്സിങ്? ആ മറ്റേ പ്രൊഡക്റ്റ് അല്ലേ, ചീസ് പ്രൊഡക്റ്റ്. ചീസ് പ്രൊഡക്റ്റ് ഏത്? പാം ഓയിലാ? നിങ്ങളുടെ മൊസറേല വന്നില്ല ഒരു കൊള്ളാത്ത, ആ കരിഞ്ഞു പോണ സാധനം. അത് പാം ഓയിൽ പ്രൊഡക്റ്റാ. അതെ, ഒരു ബന്ധമില്ല. കളർ കയറ്റി വിട്ടേക്കണിരിക്കും. പാം ഓയിലിന് ചീസ് അത്രയും തന്നെ കയറ്റമുണ്ട് നിനക്ക്. അതിന്റെ പിന്നെ CBC ടവർ എന്ന് പറഞ്ഞത് കയറ്റത്തിനേക്കാളും കൂടുതൽ കുറച്ചുകൂടി സ്റ്റീപ്പ് വഴികളാണ്, പക്ഷെ വഴി ഇടുങ്ങിയതാണ്. പിടിച്ചു പോകണം. രണ്ട് രീതിയിലും പോകുമായിരിക്കും. ഇപ്പൊ ഹൈക്കിങ്ങിന് പോയി എന്തൊക്കെ പെട്ട് കഴിഞ്ഞാല് ആൾക്കാർ രക്ഷിക്കണ്ടേ? ടവറല്ലേ ഉള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇല്ലടാ, അങ്ങോട്ടേക്ക് സിഗ്നൽ കിട്ടൂടോ. ഇത് പൾപ്പിറ്റ് കയറി പകുതി ആകുമ്പോഴത്തേക്ക് സിഗ്നൽ ഉണ്ടല്ലോ. പൾപ്പിറ്റിൽ അതിന് സിഗ്നൽ പോകാറില്ലല്ലോ. പൾപ്പിറ്റിലെ സിഗ്നൽ ഉണ്ട്. CBC ടവറിൽ ടവറല്ലേ ഉള്ളത്. ഓ എന്ത് കൊതുകാണോ. കുറച്ച് സ്പീഡ് കൂട്ടി കഴിഞ്ഞാൽ കടിക്കൂല. നമ്മൾ കൈയൊക്കെ വീശി നടന്നാൽ മതി. താഴെ എത്തി. ഇവിടെ നേരത്തെ പോയാൽ പോകണം മാത്രം. ആണല്ലേ? നോക്കട്ടെ, ലോഡാവുന്നുള്ളൂ. 1.4 നേരെ നേരെ. ഇതെന്താണ്? ഇതിലെങ്ങനെ പോവാം? ഇങ്ങനെ കറങ്ങി നമുക്ക് ആ വഴിയാണ് പോണ്ടേ. നമ്മൾ വന്നിറങ്ങിയ വഴിയിലേക്കാണ് പോണ്ടേ. ഇത് വേറെ എക്സിറ്റാ. വണ്ടി ഇല്ലാത്തടത്ത് പോയിട്ട് കാര്യം കേട്ടോ. ഭാഗ്യം മാപ്പ് ഉള്ളത്. അത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നതിൽ ട്രെയിൽ അൺമാർക്ക്ഡ് ആണ്, ഇറങ്ങുമ്പോൾ നോക്കണമെന്ന്. ആ വഴി തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
താഴത്തെത്തൂടാ, പക്ഷെ എവിടെ എത്തി എങ്ങനെ എത്തിയെന്ന് അറിയാണ്ട് എവിടെ പോയി എന്നിട്ട് എന്ത് കാണും? അതെ, ആ വഴി പോയിട്ട് ഈശ്വര ഇരുന്ന് ഒരു കാര്യം മനസ്സിലാക്കണം, റേഞ്ച് ഇതിന്റെ മണ്ടക്കേ ഉള്ളൂ, താഴെയില്ല. SOS ആരെയും വിളിക്കാൻ പറ്റൂല. സാറ്റലൈറ്റിൽ മെസ്സേജേ പോളൂ, ഐ മെസ്സേജ് ഉള്ളു. My Indian SIM card is അതെ. ഓ, ഇതിലിങ്ങനെ ഇറങ്ങി വന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ വീശി പോകണം. നല്ല രസമായിരിക്കും. അതെ, ഗുഹയ്ക്കകത്തിരിക്കുന്ന ചങ്ങാതി. ഹലോ, എത്ര കാലായി കണ്ടിട്ട്? കൊറേ അല്ല, എന്താണ് പരിപാടി? Actually, it is there. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനത്തെ ഇറങ്ങാൻ വഴിയുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളാ വണ്ടി ഇട്ട ഏരിയ ഇല്ലേ, വണ്ടി ഇട്ട ഏരിയയുടെ അവിടെ നിന്ന് നേരെ പോണ വഴി ഈ കാണണേ. എനിക്ക് വിശക്കാൻ തുടങ്ങി. ഹൈക്ക് ചെയ്ത് അപ്പോൾ വിശക്കും. ഇന്നലെ ബൾബിന്റെ മേളിൽ ചെന്നപ്പോൾ ഒടുക്കത്തെ വിശപ്പായിരുന്നു. സാന്റാക്ലോസിന്റെ പെട്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ ഇനി? വെള്ളം എൻ്റെ ഉണ്ട്. ആപ്പിൾ അങ്ങനെ തിന്നിട്ടാ വന്നേന്ന് പറഞ്ഞേ. ഞാൻ തിന്നിട്ടാ വന്നേന്നാ പറഞ്ഞേ. നട നട നട. അയ്യോ, രണ്ടാപ്പിടെ ഞാൻ വണ്ടി ഇരുന്ന് കഴിച്ചു. പിന്നെ മോള് മനസ്സ് പറഞ്ഞല്ലോ. കേറണേ ഉള്ളൂ. ഇതിങ്ങനെ ലെങ്തി ആയിട്ട് കിടക്കുന്നതാണ് നമുക്ക് ആ സ്റ്റീപ്നെസ് ഫീൽ ചെയ്യാത്ത. കേരളം അടിപൊളിയായിരുന്നു. ഓ, ഇങ്ങനെ നേരെ അല്ലേ? സൂചി കൊള്ളുന്ന മാതിരിയാ കൊതുകല്ലേ? അതെന്താണെന്ന് ജേക്കബോ, ഞാൻ വെർണലിൽ പോയ സ്ഥലത്ത് കൊണ്ടുപോകാൻ തന്നെ വൈകുന്നേരം കൊതുകിന് തീറ്റ കൊടുക്കുക. പറന്നു കൊണ്ട് നോക്കിയാൽ മതി. വെർണലിലൊരു ഹൈക്ക് സ്പോട്ട് ഉണ്ട്. ആ വൃത്തിയേട്ടവൻ അവൻ നല്ല വ്യൂ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയതാ. വൈകുന്നേരം ഒട്ടുക്കത്ത കൊതുക്. ഓ, ഞങ്ങൾ ഇന്നലെ ആ കഥയും പറഞ്ഞോണ്ടാ പോയെ. ഡെൽവിൻ വാള് വെച്ച് സ്മാരകം കാണിച്ചു കൊടുത്തായിരുന്നു ഇന്നലെ ജേക്കബോയ്ക്ക്. There is no slope over here. When we are going, it's slow. While going on, it's just steep. Yeah, 1 more kilometer. ഭയങ്കര ദൂരെ റോഡിലോട്ട്. നമ്മളിങ്ങനെ പാരലായിട്ട് പോവല്ലേ. അതെ, റോഡ് നല്ല അടിപൊളി റോഡ്. നമ്മൾ റോഡിലേക്ക് ഇറങ്ങി നടന്നപ്പോൾ അതന്നെ അത് ടൂറിസ്റ്റ് ബസ് ഹോൺ അടിക്കണ പോലെയൊക്കെ ഉണ്ടല്ലോ. കളിപ്പാട്ടം കാണിക്കുമ്പോൾ എക്സൈറ്റ്മെന്റ് ഇല്ലേ? ഹായ്, എന്റെ വണ്ടി എത്താറിയുന്നു. ആ പറഞ്ഞേ, നൈസ് ട്രെയിലാ. പക്ഷെ ഇതും കൊണ്ട് സൈക്കിളും കൊണ്ട് ഇതിന്റെ മണ്ടയ്ക്ക് കയറുന്ന മാത്രം ഒരു ചടങ്ങുള്ളൂ. അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു നോക്കാം, പോയിട്ടുണ്ടാവും മിക്കവാറും. ഓ ഓ
ഓടി ഇറങ്ങും ഇതിനെ ഓടി ഇറക്കാൻ പറ്റില്ല. സീന റണ്ണിങ് സ്പീഡിൽ ഇറങ്ങി റണ്ണിങ് സ്പീഡ് ഒരു ഡസ്റ്റ്ബാൻ കൊണ്ടിട്ട് അടിച്ചേക്കാം. അതെ, ക്വാരി എടുക്കാം. വാരി എടുക്കാം. എടുക്കാണിത്. ഹൈക്കിന് ഇതാ ബെസ്റ്റ് ഷൂസ്. കറുത്ത ഷൂസ് വേണ്ട. ഇന്നലെ കറുത്ത ഷൂസ് കണ്ടോ പുറത്തിരിക്കുന്നത്? ആ പൾപ്പിറ്റില് ഭയങ്കര പൊടിയാ. ആ അയ്യോ, എന്തോ ഈ സാധനം പിന്നെ തല വീണ പണ്ടാരം. ബ്ലഡി പൈൻകാ, നീയാണല്ലോ തെണ്ടി. അത് ഞാൻ അങ്ങോട്ട് അറിയാം. കാറ്റ് വന്നു. നേരെ ഒരു സാധനം തല തന്റെ തൊട്ട് പുറകിലത് വീണേ. ഇവിടെ നോക്കി വാ, മരം പൊട്ടിയിട്ടുണ്ട്. ഞാനേ അങ്ങാട് അറിഞ്ഞാൻ കാറ്റടിച്ച് ഇങ്ങോട്ട് വന്നു. ആ കറക്റ്റാ. ഇനിയുണ്ട് 5 മിനിറ്റ്. ആ മലേനെ ഈ മലയിൽ താഴെ എത്തി. ആ കറക്റ്റാ. ഇനി ഞാനൊരു സത്യം പറയട്ടെ, ഇനിയുണ്ട് 700 മീറ്റർ. അത്ര 700 മീറ്റേഴ്സ് മാത്രം. അവിടെ നിന്ന് തുടങ്ങി. ഇങ്ങനെ ആദ്യം ചോദിച്ചില്ല ഈ വഴിയാണോ പോണേന്ന്. ആ വഴിയാണ് ഈ വഴി. ഈ വഴി മേളിലേക്ക് വരണമെങ്കിൽ ഈ വഴി മേളിലേക്ക് പോയിട്ട് ഈ വഴി ഇറങ്ങി വരുന്നത് നല്ല രസമായിരിക്കും. It's gonna be steep now, right? No, this is the way we came. This is the way we went up, na? Yeah. But from there on, That is so steep. after this only it was steep. I mean, it feels very close to the road. Yeah. Just got like 400 meters more. Yeah. ഞാൻ പറഞ്ഞിട്ട് I told them that we reached there by 8:30. So I still have time for breakfast. രണ്ട് മുട്ട പൊടി ബുദ്ധിയൊക്കെ കഴിക്കാനല്ലേ? If it's still enough, na? ചിക്കനും കാപ്പിയും കഴിക്കണം. നല്ല ചിക്കനും കാപ്പി. കാപ്പി ഐ ഒന്ന് നിരപ്പായി കഴിഞ്ഞപ്പോ എന്തൊരു സുഖം. കാല് നിലത്തോടാണ്ട് നടക്കണ പോലെ ഉണ്ട്. എന്റെ കാലിന്റെ ഫിംഗേഴ്സ് ഇല്ലേ, ആ, കുറച്ച് ആശ്വാസം. അതാ പറഞ്ഞ കാല് നിലത്തോടാണ്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കണ പോലെ ഉണ്ട്. മേളിലേക്ക് പോയ വഴി ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. പുതിയ പ്രൈം മിനിസ്റ്റർ അതിനെ പിന്നെ ഹൈക്കെന്ന് വിളിക്കില്ലല്ലോ. അതെ, നമ്മൾ കയറിപ്പോയപ്പോ ഇത്രയും വെളിച്ചമില്ലായിരുന്നു. മഴക്കാറുണ്ടായി. ആ അല്ല, 4 മണി 4:30 ആകുമ്പോഴേക്കും നേരം വെളുക്കുമല്ലോ. അതെ, കറക്റ്റ് 6 മണിക്കുള്ളിൽ ഇവിടെ കയറി. ഇവിടെ പിന്നെ അത്രയും ചൂടും ഉണ്ടായില്ല. പൾപ്പിച്ച് ചൂടാണ്. പൾപ്പിന് ഭയങ്കര ചൂടായി. ഇന്നലെ മേളിൽ പോയി കരിഞ്ഞു പോയി പണ്ടാരം. അല്ലടാ, മേളിൽ കയറി കഴിയുമ്പോഴാണ് പറഞ്ഞേ. സോ ഗായ്സ്, നമ്മൾ കയറിയ ഹൈക്കിൻ്റെ ഒരു ചെറിയ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഈ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്താണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.